ഈ തമിഴ്നാട്ടില് എം.ജി. രാമേന്ദ്രൻ, ജയലളിത ഇവരുടെ പിന്തുടർച്ച അവകാശപ്പെട്ടാണ് വിജയ് അവിടെ സ്വന്തം രാഷ്ട്രീയ കക്ഷി ടി.വി.കെ പ്രഖ്യാപിച്ചത്. 243 സീറ്റിലും മത്സരിക്കുമെന്നൊക്കെയാണ് പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ കാലെടുത്ത് വെച്ച മുതൽ കണ്ടകശനിയാണ്. തെരഞ്ഞെടുപ്പ് റാലിയിൽ 41 പേരുടെ ജീവൻ നഷ്ടമായി. വീണ്ടും ഒരു സമാനമായ ഒരു അപകടം കഷ്ടിച്ച് 6 പേരുടെ പരിക്ക് കൊണ്ട് ഒഴിവായി. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും ആകെ കീഴ്മേൽ മറിഞ്ഞ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചന ഹർജി കൊടുത്തു. ഒരു സൂപ്പർ നായികയുമായി അദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള തെളിവുകൾ പുറത്തു വരുന്നു. വലിയ ചർച്ചകൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ വലിയ തുലാസിലാണ്. ഇപ്പൊ 243 സീറ്റിൽ മത്സരിച്ച് അവിടെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുമെന്ന് അവകാശപ്പെട്ട വിജയ്ക്ക് ഇപ്പൊ അത്ര ആർജവം പോരാ, അത്ര ആത്മവിശ്വാസം പോരാ. BJP-യുമായിട്ട് നേരത്തെ വലിയ വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്ന കക്ഷി കൂടിയാണ് വിജയ്. പക്ഷേ പിന്നെ അണിയറയിൽ BJP-യുമായിട്ട് രഹസ്യ നീക്കങ്ങൾ നടത്തി. പക്ഷേ BJP വെച്ച ഓഫർ അതങ്ങ് സ്വീകരിക്കുന്നില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. വിജയ്ക്ക് എവിടെയാണ് പണി പാളിയത്? ഈ വിജയ്ക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം, രാഷ്ട്രീയം സിനിമ പോലെയോ സാഹിത്യം പോലെയോ ഡാൻസ് പോലെയോ കല പോലെയോ അല്ല. ഇതൊരു യുദ്ധമാണ്. ഇതൊരു ദ്വന്ദ്വ യുദ്ധമാണ്. കായികവും മാനസികവും വൈകാരികവുമായ ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് പോരിടേണ്ട സന്ദർഭങ്ങൾ ഇവിടെ വരും. അതിൽ നേരിടാൻ കഴിവുള്ളവനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിജയിക്കും. വിജയ്ക്ക് പറ്റിയ കുഴപ്പം, വിജയ് സൂപ്പർ സ്റ്റാറാണ്, അവിടെ തിളങ്ങി നിൽക്കുകയാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ കൈയും കാലും ഒക്കെ കറക്റ്റായിട്ട് കാണിക്കാൻ അദ്ദേഹത്തിന് അറിയാം. എഴുതി കൊടുത്ത ഡയലോഗ് കൃത്യമായി പഞ്ചോടുകൂടി അടിക്കാനും അറിയാം. പക്ഷെ അത് മാത്രം കൊണ്ട് പൊളിറ്റിക്സിൽ വിജയിക്കില്ല. നമ്മളൊരു സ്റ്റേജ് ഉണ്ടാക്കി, സ്റ്റേജിൽ പഞ്ച് ഡയലോഗ് അടിച്ചു. പക്ഷെ എന്തു പറ്റി? കരൂരിൽ കൊണ്ടുവന്ന് വെട്ടിലാക്കി. 2 സ്ഥലത്ത് വലിയ ആൾക്കൂട്ടം കണ്ടപ്പോൾ 3-ാമത്തെ സ്ഥലത്തിട്ട് DMK പണിതു. DMK-യുടെ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ പണി കൊടുക്കുന്നതിൽ ഭയങ്കര വിരുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പണിയോളം വേറെ ഇവിടെ പിണറായി വിജയന് പോലും അത്രയും പണി അറിയില്ല. പക്ഷെ വേറൊരു ഗുണമുണ്ട്. DMK-യുടെ ഒരു ഗുണം, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, സ്റ്റാലിൻ ജനങ്ങളെ നോവിക്കുന്ന ഒന്നും ചെയ്യില്ല. ജനത്തിൻ്റെ നീതിയും ന്യായവും എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കും. പക്ഷേ അവന് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവന് പണിതിരിക്കും. അതിന് എതിരാളി ആരായാലും, അതിന് CPM വന്നാൽ പോലും, CPM ഇടയ്ക്ക് ചെറിയ സ്റ്റൈലൊക്കെ കാണിച്ചു നോക്കി. അവിടുത്തെ ഫാക്ടറിയിലേക്ക് കയറി ട്രേഡ് യൂണിയൻ അങ്ങോട്ടുണ്ടാക്കി. ഇപ്പോൾ പിന്നെ ട്രേഡ് യൂണിയൻ ശക്തി ഇവിടുത്തെ കൂട്ടുണ്ടാക്കി അവിടെ ഒരു ജനകീയ മുന്നേറ്റം നടത്താമെന്നൊക്കെ വിചാരിച്ചു. സ്റ്റാലിൻ സ്വിച്ച് ഇട്ട പോലെ നിർത്തി കൊടുത്തു. മര്യാദയ്ക്ക് നിന്നോണം, കൊടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഇവിടെ ഫാക്ടറി വേണം, ഫാക്ടറി വളരണം, ഫാക്ടറി നന്നാവണം എന്നുള്ള ലൈനിലെടുത്ത് നിങ്ങൾക്ക് 2 സീറ്റ് തരും, ആ സീറ്റിൽ നിന്നോണം. MP ആയിട്ട് മത്സരിക്കാമെങ്കിൽ മത്സരിച്ചോ, ജയിച്ചോ കുഴപ്പമില്ല, ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ട് വോട്ടൊക്കെ ചെയ്തു തരാം, മര്യാദയ്ക്ക് നിന്നോണം എന്ന് പറയും. അസംബ്ലിയിൽ ഇത് തന്നെയാണ്. 2-3 സീറ്റ് കൊടുക്കും. അവിടെ മന്ത്രിയാവാനും ഒന്നും വരണ്ട, അവിടെ വന്നൊരു മൂല ഇരുന്നിട്ട് പൊക്കോളുക. നമ്മൻ്റെ ആൾക്കാരവിടെ ഭരിക്കും. അത് വേറെ ആർക്കും കൊടുക്കില്ല. അങ്ങനെ തന്ത്രങ്ങൾ അറിയാവുന്ന, കൊച്ചിലെ കൗൺസിലറായിട്ട് തുടങ്ങിയ പണി, മനസ്സിലായില്ലേ? 10-30 വർഷം കൊണ്ട് ഈ പണി നല്ലപോലെ പുള്ളി പഠിച്ചു. ആദ്യം ഉഴപ്പനായിരുന്നു. കരുണാനിധി തന്നെ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല, ചെറുക്കൻ ആ പശകാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കരുണാനിധി കൊണ്ട് ഇട്ട് കൊടുത്തു ഓരോ ഫീൽഡിലായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അച്ഛാന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ കരുണാനിധി പറയും, വേണ്ട നീ പോയി അവിടെ സോൾവ് ചെയ്യാൻ പറയും. അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പ്രശ്നങ്ങൾക്കകത്ത് കിടന്ന് 10-30 വർഷം കൊണ്ട് വന്നയാളാണ് സ്റ്റാലിൻ. അദ്ദേഹത്തിന്റെ മകനും ഉദയനിധി അത്ര മോശമൊന്നുമല്ല. ഉദയനിധിയും രാഷ്ട്രീയം അറിയാം, പക്ഷേ രാഷ്ട്രീയത്തിലെ ചില മർമ്മങ്ങൾ പുള്ളിയും വിട്ടുപോകുന്നു. സിനിമ ഡയലോഗിൽ ചില പ്രശ്നങ്ങൾ പറ്റി. അതാണ് അദ്ദേഹത്തിന് കുഴപ്പം പറ്റിയത്. പഴയ തമിഴ്നാടല്ല ഇപ്പോഴത്തെ തമിഴ്നാട് എന്നുള്ളത് അദ്ദേഹവും മനസ്സിലാക്കിയില്ല. അതിൻ്റെ കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് BJP-യുമായിട്ടുള്ള ചില ഇടച്ചിലിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചീത്ത പേര് കേൾക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ രജനീകാന്ത്, കമൽഹാസൻ അവരവരുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ്, നേരത്തെ മുതലേ വേണമെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ രംഗപ്രവേശം ചെയ്യാമായിരുന്നു. പക്ഷെ രജനീകാന്ത് അപ്പോഴും മനസ്സിലാക്കി, എനിക്ക് ഒരു സിനിമാ കരിയർ ഇനിയും അവശേഷിക്കുന്നു. രാഷ്ട്രീയത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തൻ്റെ സിനിമാ കരിയർ നശിച്ചെന്നിരിക്കാം, രാഷ്ട്രീയത്തിൽ വലിയ മുന്നോട്ട് പോക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ അദ്ദേഹം ആ പരിപാടി അവിടെ വെച്ച് നിർത്തി. അല്ല, അത് പഠിക്കേണ്ട പാഠമാണ്. കമൽഹാസനും മക്കൾ നീതിമയമായിട്ട് തുടങ്ങി ഒറ്റയ്ക്ക് വലിയ പ്രസ്ഥാനമാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റാലിൻ്റെ ഔദാര്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നു. ഇപ്പം ഈ 2 പ്രത്യക്ഷ ഉദാഹരണങ്ങൾ മുന്നിലിരിക്കെ
ഈ വിജയ് പിന്നെ എന്ത് കണ്ടിട്ടാണ് സ്വന്തം നിലയിൽ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇറങ്ങിയത്? ആള് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ, പിന്നെ എനിക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടാ. പക്ഷേ 243 മണ്ഡലങ്ങളിലും ജനതയ്ക്ക് കൂടെ നിൽക്കുന്ന 243 ടീം വേണം. 243 വ്യക്തി പോരാ, 243 ടീം വേണം. എങ്കിലേ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഇലക്ഷൻ ജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ കരിഷ്മയിൽ ഇങ്ങനെ വോട്ട് മേടിക്കാം എന്ന് വിചാരിച്ച് വന്നാൽ ആ കരിഷ്മ ഒരു നിമിഷം കൊണ്ട് തട്ടി തകർക്കാൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ പണി അറിയാവുന്ന രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഒരു ദിവസം കൊണ്ട് ഒന്നും ആരും വളരില്ല. ഇപ്പം നമ്മളെല്ലാവരും പറയും നരേന്ദ്രമോദി ആദ്യമായിട്ട് MLA ആയി, അപ്പം തന്നെ മുഖ്യമന്ത്രിയായി, ആദ്യമായിട്ട് MP ആയി, അപ്പം തന്നെ പ്രധാനമന്ത്രിയായി എന്ന്. പക്ഷേ അതിനു മുമ്പുള്ള ഒരു നരേന്ദ്രമോദി ഉണ്ട്. ആ നരേന്ദ്രമോദി ആരും കണ്ടിട്ടില്ല. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്ന് RSSന് വേണ്ടി പ്രവർത്തിച്ച, കീറപ്പായി കിടന്ന് പ്രവർത്തനം നടത്തിയ പ്രചാരകൻ, പിന്നെ മുരളി മനോഹർ ജോഷിയുടെയും അദ്വാനിയുടെയും ഉൾപ്പെടെയുള്ള എല്ലാ പടയോട്ടങ്ങൾക്കും നേതൃത്വം കൊടുത്തയാൾ. രഥയാത്രകൾ, കാശ്മീർ, കന്യാകുമാരി, മുരളി മനോഹർ ജോഷിയുടെ രഥയാത്ര മുഴുവൻ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനം നടത്തിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്വാനിയുടെ പിന്നെ ബാബറി മസ്ജിദ് തകർത്ത രഥയാത്രയുണ്ടല്ലോ, രാമജന്മഭൂമി രഥയാത്രയുടെ പൂർണ്ണമായ ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. അതൊക്കെ തൻ്റെ കഴിവുകൾ മുഴുവൻ ഈ പൊളിറ്റിക്സിലും പൊതുപ്രവർത്തനത്തിലുമുള്ള കഴിവുകൾ മുഴുവൻ സ്വായത്തമാക്കിയതിന് ശേഷമുള്ള ആളാണ്. അതുപോലെ തന്നെ കേശുഭായ് പട്ടേൽ അടക്കമുള്ളവരുടെ ഒക്കെ അടുത്തും അകലെയും നിന്ന് രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയത്തിൽ വരുന്ന ഫെയില്യൂർ എന്താണ്, അവിടെ ഉദ്യോഗസ്ഥനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ജനത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എതിരാളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ച് തെളിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വന്നത്. ഇത് വിജയ്ക്ക് അറിയില്ല. ഇപ്പോൾ വിജയിക്കുന്ന മാത്രമല്ല, ഇതുപോലെ വന്ന് ചാടുന്ന ആർക്കും അറിയില്ല. ഇവിടെ നമ്മുടെ പൊളിറ്റീഷ്യൻസ്, ഇവിടെ സിനിമാക്കാർ പലരും വന്നല്ലോ. ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയോ? പ്രേം നസീർ വന്നിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ. പ്രേം നസീറിന് തമിഴ് ഭേദം സുരേഷ് ഗോപിയാണ്. അതെന്തുകൊണ്ടാണ്? സുരേഷ് ഗോപിക്ക് കഴിവുണ്ടായിട്ടല്ല. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഫെയില്യൂർ ആയേനെ, പക്ഷേ ഒരു ഉഗ്രൻ പാർട്ടി പുറകെ നിൽപ്പുണ്ടായിരുന്നു. സുരേഷ് ഗോപി അടിച്ച ഡയലോഗുകൾ പലതും ചീറ്റിപ്പോയില്ലേ? കാരണം വൈകാരികമായ ഡയലോഗ്, പഞ്ച് ഡയലോഗ് ഒന്നും രാഷ്ട്രീയത്തിൽ നടക്കില്ല. തന്ത്രപരമായി ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ആ നിമിഷത്തിൽ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാനുള്ള ഒരു മാനസിക ശാരീരിക പരിചയ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ വരസാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് വിജയ്ക്ക് ഇല്ല. ഇപ്പൊ വിജയുടെ പാർട്ടി TVK തമിഴക വെട്രി കഴകം എന്നാണ്. അതായത് തമിഴ് ഒരു വംശീയത അത് ഊന്നി അതിനെ അങ്ങോട്ട് പ്രചരിപ്പിക്കുക. പക്ഷെ പിന്നീട് വന്ന TVKയുടെ ഫുൾ ഫോം വന്നത് തൃഷ വിജയ് കഴകം എന്നുള്ളതിന് വേറൊരു സാധനമാണ് വന്നത്. അപ്പൊ ഈ തരത്തിൽ ഈ വ്യക്തി ജീവിതത്തിലെ ഇത്തരം താളപ്പിഴകൾ അല്ലെങ്കിൽ അസന്മാർഗിക ജീവിത രീതികൾ ഇതൊക്കെ വിജയിയെ വല്ലാണ്ടങ്ങ് ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. വിജയ് ആദ്യമേ എടുത്ത ഡയലോഗേ ശരിയായില്ല. ഞാൻ DMKക്ക് എതിരായിരിക്കും, ഞാൻ നരേന്ദ്രമോദിക്ക് എതിരായിരിക്കും, ഞാൻ സ്റ്റാലിനെതിരായിരിക്കും. ഇതൊക്കെ പറയണമെങ്കിൽ നമുക്ക് നിൽക്കാനുള്ള മണ്ണ് വേണം. യെസ്. ഇവരെ വെല്ലുവിളിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ചീറ്റലിന് തെറിച്ചു പോകുന്ന ആളാണ് താനെന്നുള്ളത് മനസ്സിലാക്കണം. DMKയുടെ സ്റ്റാലിൻ്റെ ഒരു നോട്ടത്തിൽ ചിലപ്പം എനിക്ക് ജയിലിൽ കിടക്കാനുള്ള വിധി വരും എന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. CBIയുടെ മുമ്പിലാണ് ആള്. അതെ, അത് CBIയുടെ മുമ്പിൽ പെട്ടത് എന്തുകൊണ്ടാണ്? അണ്ണാമലൈ ചെന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വിജയ് ഇതിനു മുമ്പേ ജയിലിൽ കയറിയനെ. അതിനുള്ള പ്ലാൻ പുള്ളി ചെയ്തതാണ്. DMKയിൽ സ്റ്റാലിൻ എല്ലാ പ്ലാനും ചെയ്തതാണ്. കരൂര് ഇങ്ങനെ 41 കൊലപാതകങ്ങളും നടത്തി മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ജയിലിൽ കയറ്റാനുള്ള വകുപ്പുണ്ട്. ഡിസോർഗനൈസ്ഡ് ആയിട്ടൊരു പ്രോഗ്രാം നടത്തി ആളെ കൊന്നാൽ ആ ആളിനെ ജയിലിലാക്കാം. അയാൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുടെ ശിക്ഷ കൊടുക്കാം. 10 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന ഉണ്ട തിന്നാവുന്ന പണിയാണ് അവിടെ വെച്ചു കൊടുത്തത് DMK. പക്ഷേ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അണ്ണാമലൈ ചാടി വീണു. അണ്ണാമലൈ ചാടി വീണ എന്തുകൊണ്ടാണ്? ഇയാളെ പതുക്കെ പിടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ കൂടെ നിർത്തിയാൽ 10 വോട്ട് കിട്ടും, അവൻ മര്യാദയ്ക്ക് നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴും അവന് തലക്കനം. മനസ്സിലായില്ലേ? ഞാൻ പെരിയ ആള്. വിജയ്ക്ക് ഒരു സ്പേസ് ഉള്ളത് ഇപ്പോ AIADMKയുടെ നേതാവ് ജയലളിത ഒരു സിനിമാ താരമായിരുന്നു. അവർ ഒഴിഞ്ഞ സ്പേസിൽ ആ പാർട്ടി ഏതാണ്ട് അനാഥമായി കിടക്കുകയാണ്. ഇപ്പോൾ അവിടെ O പനീർസെൽവം ഇപ്പം ചാടി അപ്പുറത്ത് പോയി. അവിടെ പളനിസ്വാമിയല്ല, മറ്റേ എടപ്പാടി പളനിസ്വാമി. അതെ. അപ്പൊ ഇവർ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് ആ പാർട്ടി ഒരു അവസ്ഥയിലാണ്. ആ സ്പേസിലേക്ക് കടന്നു വരാനുള്ള ഒരു സുവർണ അവസരം ഇദ്ദേഹത്തിന് മുതലാക്കാൻ പറ്റിയില്ലെന്നാണ്. അത് ഇപ്പോഴല്ല ചെയ്യേണ്ടിയിരുന്നത്.
അത് ജയലളിത മരിച്ച സന്ദർഭത്തിൽ ഉടനെ തന്നെ അതിനകത്ത് കയറിയിരുന്നെങ്കിൽ സാധിക്കുമായിരുന്നു. പളനിസ്വാമിക്ക് എടപ്പാടി പളനിസ്വാമിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അവസരം കിട്ടി. അയാളിപ്പോൾ അതിനെ പാർട്ടി കാരണം അതാണ് രാഷ്ട്രീയക്കാരൻ്റെ ഒരു കഴിവ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വർഷങ്ങളായിട്ട് നിന്നിട്ട് ആ കഴിവുകൾ സിദ്ധിച്ചിട്ടുണ്ട്. പാർട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പുള്ളി ജയലളിതയെ കണ്ടും കരുണാനിധിയെ കണ്ടും ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കരുണാനിധി എങ്ങനെയൊക്കെ എതിർക്കും, ജയലളിത എങ്ങനെ അതിനെ തിരിച്ചെതിർക്കും എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിക്ക് ആദ്യം ചെയ്തത് എന്താണ്? അണ്ണാമലൈ എന്ന് പറഞ്ഞൊരു കരുത്തിനെ നിർവീര്യമാക്കണം. എന്ത് ചെയ്യണം? അതാണ് ആദ്യം ചെയ്തത്. കാരണം ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് ആർക്കറിയാം? എടപ്പാടിക്കറിയാം. അതുകൊണ്ട് എടപ്പാടി ആദ്യം എന്ത് ചെയ്തു? അണ്ണാമലയെ നിർവീര്യമാക്കാൻ എന്ത് ചെയ്യണം? ഇവൻ നിന്നാൽ ഇവൻ സിനിമയിലെ സിംഹമല്ല, റിയൽ സിംഹമാണ്. ഈ ആള് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് രക്ഷയില്ല എന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? കേന്ദ്രത്തിൽ പിടിച്ച് ആദ്യമേ പറഞ്ഞു ഇയാളെ ഒതുക്കി നിർത്തണം, എന്നിട്ട് നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവന്ന് തലപ്പത്ത് വെക്കണം. അപ്പോൾ പിന്നെ BJPക്ക് അറിയാം ഇയാൾ മിടുക്കനാണ്, കേമനാണ്. പക്ഷേ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ 5 ദിവസം കൊണ്ടൊന്നും 5 വർഷം കൊണ്ടും ഇയാൾക്ക് പാർട്ടി അവിടെ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. ഇപ്പം 3% ഉള്ളത് 12% ആക്കി പുള്ളി വോട്ട്. പക്ഷെ അത് എത്ര അധ്വാനിച്ചിട്ടാണ്, 5 വർഷം മുഴുവൻ കളഞ്ഞ് ഒറ്റയ്ക്ക് കിടന്ന് പാടുപെട്ടിട്ടാണ്. ഇനിയിപ്പോൾ ഈ ബേസ് വെച്ചിട്ട് പതുക്കെ ഒരു പാർട്ടിയെ പിടിച്ച് കയറി ആ പാർട്ടിയുടെ കൂടെ ഇരുന്ന് ഭരണം നടത്തി ബാക്കി കാര്യങ്ങൾ നോക്കാവുന്നുള്ളതാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അതിനാണ് എടപ്പാടിയെ തന്നെ പ്രധാനമായിട്ട് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് DMKയും നരേന്ദ്രമോദിയും ചേർന്ന് അല്ലെങ്കിൽ BJPയും ചേർന്ന് ഈ വിജയ് അങ്ങ് ഷൂ ആക്കും. കേസും വഴക്കും പിന്നെ മാനസിക പ്രശ്നങ്ങളും എല്ലാമായിട്ട് അവൻ്റെ സിനിമ പോലും പ്രദർശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന പരിപാടി ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ രാജ്യത്ത്. ജനനായകൻ ഇപ്പം പെട്ടിക്കകത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വിജയാണ് പെട്ടിക്കകത്തിരിക്കുന്നത്. വിജയ് അത് ഇറക്കിയിരുന്നെങ്കിൽ വിജയ്ക്ക് വിജയിക്കാമായിരുന്നു. അതിനാണ് ആ സാധനം കൊണ്ടുവന്നത്. അത് പെട്ടിക്കകത്ത് വെക്കാൻ കത്രിക ഉപയോഗിക്കാൻ കേന്ദ്രത്തിലിരിക്കുന്നവനെ അറിയാം. അതിൽ DMKയും ചിരിച്ചുകൊണ്ട് സമ്മതിക്കുന്നുണ്ട്. നമുക്ക് രണ്ടും കൂടെ ഇവനെ ഒതുക്കാം, എന്നിട്ട് നമുക്ക് തമ്മിൽ ഫൈറ്റാം. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ, അങ്ങനെ വാ അണ്ണാ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തമിഴ്നാട്ടിൽ കളി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.